पति ब्रह्मचारी। ഒരു കാര്യം നിങ്ങളുടെ ബുദ്ധിയിൽ ശരിക്കും ഉറപ്പിച്ചോ, അതായത് ഞാൻ ഗുണ്ടയായിരുന്നു, ഗുണ്ടയാണ്, ഇനി അങ്ങോട്ട് അത് തന്നെ ആയിരിക്കും. മാത്രല്ല ഇനി കൂടുതൽ തെറ്റുകളെ ഞാൻ ചെയ്യും. തെറ്റുകൾ സംഭവിക്കുന്നത് കണ്ട് ഞാൻ എന്റെ കണ്ണുടച്ചും അവിടെ തന്നെ നിൽക്കും. അതല്ലാതെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിന് തുടങ്ങി വെച്ചത് നിങ്ങളായിരുന്നില്ല വേണം, എല്ലാം തുടങ്ങി വെച്ചത് നിങ്ങളാ. എന്നാൽ ഇനി ഈ നാടകം അവസാനിപ്പിക്കാൻ പോകുന്നത് ഞാനാ എന്ന് വെച്ചാൽ ഈ ഗുണ്ടയെ മനസ്സിലായി നിങ്ങൾക്ക്? എന്തിനാണ് ഒളിപ്പിക്കുന്നത്? കൊണ്ടുവേണം. ഇനി ഞാൻ എന്റെ എല്ലാ പരിധികളും ലംഘിക്കാൻ പോവാ. ഇതുവരെ എല്ലാരും എന്നെ കണ്ട് പേടിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഇനി പേടിച്ച് വിറയ്ക്കും. എന്റെ പേര് കേട്ടാ തന്നെ വിറയ്ക്കും. ഇതിനെല്ലാം കാരണം നിങ്ങളായിരിക്കും, നിങ്ങൾ മാത്രം. എന്നപ്പോ ഇരുന്നോ? ഈ കണ്ണിച്ചോരയില്ലാത്ത ഗുണ്ടയുടെ ഭാര്യയാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിരുന്നോ? എന്ത് കാണാനാണ് വായി നോക്കി നിൽക്കുന്നത്? എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അസലായി മോളെ, ഇന്നുണ്ടായത് വെച്ച് നോക്കുമ്പോ ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. 47 മണിക്കൂറും 45 മിനിറ്റും അത്രയും സമയം സൂരജ് സ്വയം നിയന്ത്രിച്ചു. ഒരു കാര്യം ഓർക്കുമ്പോ സമാധാനമുണ്ട്. അങ്ങനെ ഇത്രയും സമയമെങ്കിലും സൂരജിന് സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അവനിതിൽ കൂടുതൽ സാധിക്കും. തെറ്റായ വഴികൾ ഉപയോഗിച്ച് ശരിയായ വഴികളിലേക്ക് വരാൻ അവന് കഴിയും. കാരണം ഇത്രയും നാൾക്കുള്ളിൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവനെ ശരിയായ വഴിക്കുള്ളിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന്. ഇന്ന് ഈ അച്ഛന്റെ കണ്ണിൽ പ്രതീക്ഷയുടെ പുതിയൊരു വിളക്കാണ് നീ കൊളുത്തിയത് മോളെ. കരയരുത് മോളെ. എന്തിനാ കരയുന്നേ? ഇത്രയും പ്രതീക്ഷ തരാൻ കഴിവുള്ള നീ ഒരിക്കലും കരയാൻ പാടില്ല. മോള് തോൽക്കാൻ പാടില്ല. ഇനിയാണ് പോരാടേണ്ടത്. നിന്റെ കടമകൾ നിറവേറ്റാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞെങ്കിൽ അത് ഉറച്ച മനസ്സോടെ നിറവേറ്റണം മോളെ. എനിക്കെല്ലാം അറിയാം. എനിക്കറിയാം മോളെ, ഒരിക്കലും ഈ വഴി അത്ര എളുപ്പമായിരിക്കില്ല. സരളച്ചേട്ടത്തി, നിന്റെ അച്ഛൻ, ഞങ്ങളുടെ ദാരിദ്ര്യം, ഇതൊക്കെ നിന്റെ വഴിയിലെ കൂർത്ത മുള്ളുകളാണെന്ന് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതെല്ലാം മറികടന്ന് നീ ശരിക്കും സൂരജിന്റെ അടുത്തേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ നിനക്ക് ഈ അച്ഛന്റെ വകയായിട്ടൊരു ഗ്യാരണ്ടി ഞാൻ തരാം. ഈ സൂരജിനേക്കാൾ നല്ലൊരു പയ്യനെ ഈ ഭൂലോകത്ത് നിനക്ക് കിട്ടില്ല. മാത്രമല്ല, എനിക്കെന്റെ പഴയ സൂരജിനെ തിരിച്ചു കിട്ടുകയും ചെയ്യും. അവൻ തങ്കമാണ് മോളെ, തനി തങ്കം. ഞാൻ അച്ഛനൊരു വാക്ക് തരാം അച്ഛ. ഞാനും സൂരജും തമ്മിലുള്ള ബന്ധത്തിന്റെ അടുത്തേക്ക് നീങ്ങുന്ന ഈ ചുവടുകൾ ഞാൻ ഒരിക്കലും പിന്നിലോട്ട് വെക്കില്ല. ചിലപ്പോ കാലിടറിന്നൊക്കെ വരാം. അപ്പോ ഈ മോളുടെ ചുവടുകൾക്ക് കൂടുതൽ ശക്തിയേകി അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നാ മതി. ഞാൻ എല്ലാ രീതിയിലും ശ്രമിക്കാം. അച്ഛൻ്റെ ഈ പ്രതീക്ഷയും വിശ്വാസവും തകരാതിരിക്കാൻ ശ്രമിക്കാം.
എന്നും എന്റെ കാര്യത്തിൽ ശ്രദ്ധ വെച്ചിട്ടുണ്ടായിരുന്നു അവള് കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഞാൻ കഴിച്ചത് അവൾ അന്വേഷിക്കുമായിരുന്നു. കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ഒറ്റപ്പെടൽ എന്താണെന്നുള്ളത് അവൾ എന്നെ അറിയിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഒരു വാക്കിന്റെ പേരിൽ എനിക്ക് അവളെങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുമോ? ചെറുപ്പം മുതലേ അവൾ എന്റെ കൂട്ടുകാരിയാണ്. ഇന്ന് നീ ശരിക്കും എന്റെ ഹൃദയം കവർന്നു കളഞ്ഞു സൂരജ്. കുട്ടിക്കാലം മുതൽ ഞാൻ എന്തിനാ നിന്റെ പുറകെ നടക്കുന്നതെന്ന് നീ ഇന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്നു. ഞാൻ എന്നെക്കാൾ കൂടുതൽ നിന്നെ എന്തിനാ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു തന്നു. നീ എങ്ങനെ എന്റെ എല്ലാമായെന്ന് മനസ്സിലാക്കി തന്നു. മാത്രമല്ല നീ എനിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും എനിക്ക് മനസ്സിലാക്കി തന്നു. എനിക്ക് വേണ്ടി നീ നിന്റെ വാക്ക് തെറ്റിക്കാൻ തയ്യാറാണ്, ഗുണ്ടകളുടെ എല്ലൊടിക്കാൻ തയ്യാറാണ്. ഇന്ന് നീ എന്നൊരു കാര്യം ബോധ്യപ്പെടുത്തി, നിന്റെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്നുള്ള കാര്യം. നീ എന്നെ വെറും കൂട്ടുകാരിയായിട്ട് മാത്രമല്ല കാണുന്നത്, അതിലപ്പുറം നിന്നെ സംബന്ധിച്ച് ഞാൻ മറ്റെന്തൊക്കെയാണ്. ഇനി നീ നോക്കിക്കോ, നിന്നെ ഞാൻ എങ്ങനെയാ സ്വന്തമാക്കാൻ പോകുന്നെന്ന് കണ്ടോ. നീ എന്നും എന്റെ മാത്രമായിരിക്കും, എന്റെ മാത്രം. നമ്മുടെ ഇടയിൽ മൂന്നാമതൊരാൾക്ക് വരാൻ പറ്റില്ല, അങ്ങനെ ഒരാൾക്കും വരാൻ പറ്റില്ല. നിന്നെ അച്ഛൻ ഒരു കാര്യം ഏൽപ്പിച്ചു, നിന്നെ കൊണ്ടത് സാധിക്കുന്നില്ല. നിന്നെയൊന്നും ഒന്നിനും കൊള്ളില്ല സൂരജ്. അച്ഛാ, അച്ഛൻ സൂരജിനെ ഒരുപാട് തലയ്ക്കേറ്റ് വെച്ചിരിക്കുക. ഒരു 15 മിനിറ്റ് കാര്യമുള്ളൂ, പക്ഷെ പറ്റിയില്ല. അവൻ അല്പം പോലും ചിന്തിക്കാതെ ഒരുത്തിന് നേരെ കൈയോങ്ങി 48 മണിക്കൂറിന്റെ ബെറ്റും തെറ്റിച്ചു. ഞാൻ എന്നേക്കും ഇവിടെ നിന്ന് പൊക്കോളാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്ന ഏത് കണ്ടീഷനും സമ്മതം. എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. അടുത്ത 48 മണിക്കൂർ നീ ഒരു തരത്തിലുള്ള വഴക്കിനും പോകരുത്, ആരുടെ നേർക്കും കൈ ഒങ്ങരുത്, ആരെയും ഭീഷണിപ്പെടുത്തരുത്. അച്ഛാ, അച്ഛനെ പിണക്കിയാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അവനും മനസ്സിലാക്കണം. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓരോ കുപ്പായവും ഓരോരുത്തരും ചേരും. അതുകൊണ്ട് വക്കീൽ സാറേ, നിങ്ങൾ നിങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ പോയി നോക്കും. അല്ല പിന്നെ നമ്മുടെ പുതിയ ഫാക്ടറിക്ക് നേരെയുള്ള സ്റ്റേ ഉണ്ടല്ലോ, അതിനെ വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ നീ കോടതിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നോ? നിന്റെ അച്ഛനെ ഉപദേശിച്ച് വലിയ ആളാകാനൊന്നും നീ നോക്കണ്ട. ഞാൻ എപ്പോ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സൂരജിന്റെ കാര്യം വിട്ടേക്ക, അവൻ ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യൂ. സോറി അച്ഛാ, എന്നാലും സൂരജിന് അച്ഛനത്ര വിശ്വാസം ഉണ്ടോ? അവനെ ഇശ്ശേരി കൊണ്ടുവരാൻ പറ്റുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അനുരാഗേ, മനുഷ്യൻ ഉപ്പും ചോറും തിന്നാലും ചിലപ്പോൾ നന്ദികേട് കാണിച്ചു നിൽക്കും. പക്ഷെ ഒരു വളർത്തുമൃഗം എത്ര തല്ലുകൊണ്ടാലും നമ്മോട് നന്ദി മാത്രമേ കാണിക്കൂ. ആ സൂരജ് ഞാൻ ചെല്ലും ചിലവും കൊടുത്ത് വളർത്തുന്ന ഒരു മൃഗം മാത്രമാണ്. അവൻ ഒരിക്കലും എന്നോട് നന്ദികേട് കാണിക്കില്ല, ഒരിക്കലും. എന്തായി ചെയ്യുന്നേ? ഇതിനൊന്നും ആവശ്യമില്ല, മാറിയിരുന്നേ, മാറ്റിക്ക്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കെന്താ ചെവിയേക്കില്ലേ? മാറിയിരിക്കാൻ. ഒരു ഭാര്യ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ.
ഭാര്യമാരൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ച അത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിരിക്കും. പിന്നെ എന്തിനാ ഈ ഭാര്യ ഭാര്യ എന്ന് പറയുന്നേ? നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത് പോലെ പെരുമാറാനൊന്നും പറ്റില്ല, മനസ്സിലാവുന്നുണ്ടോ? ഭാര്യ ഭർത്താവിന് വേണ്ടി യമനോട് പോലും തർക്കിച്ചിട്ടുള്ളതാ. ഞാനിപ്പോ ഇവിടെ വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുന്നിൽ ഭാര്യ ഭാര്യ എന്ന് പറയുന്ന പരിപാടി നിർത്തിക്കോണം. നിങ്ങൾ എന്റെ ഭാര്യ അല്ല, മനസ്സിലായോ? ഈ കല്യാണം മര്യാദയ്ക്ക് നടന്നൊരു കല്യാണം അല്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ശരിക്കുള്ള ഭാര്യയല്ല, കേൾക്കുന്നുണ്ടോ? എന്തായാലും നീ എന്റെ ഭർത്താവ് തന്നെയാ, ബ്രഹ്മചാരിയായ ഭർത്താവ്. ആ എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എടി മോണിക്കേ, അത് അവിടെ ഒരു 15,000 രൂപ വെച്ചിട്ടുണ്ട്. നിന്റെ ഭർത്താവിനോട് അതുകൊണ്ട് ബാങ്കിൽ അടയ്ക്കാൻ പറയേ. ശരി അമ്മേ. മഹാറാണി എങ്ങോട്ടാ പോന്നെ? ഭക്ഷണം ഉണ്ടാക്കാൻ. ദിവസവും കുറച്ച് ഉണ്ടാക്കി പഠിച്ചാ ഒരു ദിവസം നല്ല ഷേപ്പില് നന്നായി ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതെയോ? നിന്റെ അമ്മ ഇവിടെ പണം കായ്ക്കുന്ന മരം വെച്ചിട്ടുണ്ടോ? അല്ലാതെ പിന്നെ നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ കിട്ടുന്ന റേഷനും മറ്റു സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചോണ്ടിരിക്കണോ? അയ്യോ, ആ ബിന്ദിയെ ഉപദ്രവിച്ച എറണംകെട്ടവന്മാര് എങ്ങനെയെങ്കിലും നശിച്ചു പോവേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനൊരു വയ്യാവലി തലേന്ന് ഒഴിയുമായിരുന്നു. നിന്നോട് അടുക്കളയിൽ കയറണ്ടെന്ന് പറഞ്ഞതേ വലിയൊരു സൗജന്യമായിട്ട് എടുക്കണ്ട. ഇവിടെ ഇരുന്ന് ഫ്രീ ആയിട്ട് തിന്നു മുടിക്കാന്ന് വിചാരിക്കണ്ട. ഇന്ന് നീ മാർക്കറ്റിൽ പോണം, എന്നിട്ട് നല്ല പച്ചക്കറികൾ നോക്കി വാങ്ങിക്കൊണ്ട് വരണം. മോണിക്കേ, ആ സഞ്ചി എടുത്ത് കൊടുക്ക്. എന്നിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്ക്. ശരി അമ്മേ. ദാ പിടിച്ചോളൂ സഞ്ചി. 1/2 കിലോ തക്കാളി, 1/2 കിലോ ഉള്ളി, 1/2 കിലോ ഉരുളക്കിഴങ്ങ്, 1/4 കിലോ വെളുത്തുള്ളി, 1/4 കിലോ ജീരകം, പിന്നെ 1/4 കിലോ പുതിന. പുതിന എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തേ, മാർക്കറ്റിലേക്ക് ചിലപ്പോ എല്ലാം ഓർക്കുമല്ലോ അല്ലേ? ഒന്നും മറന്നുപോന്നില്ലല്ലോ. അതിനിപ്പോ നിങ്ങളാരും വിഷമിക്കണ്ട, ഞാൻ എല്ലാം ഓർത്തോളാം. ഞാൻ കൊണ്ടുവരാം. തക്കാളി, വലിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, 1/2 കിലോ. മഹാറാണി, കടക്കാരൻ പൈസ വല്ലതും ചോദിക്കുകയാണെങ്കിലേ അത് നമ്മുടെ അക്കൗണ്ട് എഴുതാൻ പറഞ്ഞാൽ മതി. ശരി. വീട്ടിലെ പണികളൊക്കെ ഏൽപ്പിച്ച് ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരും വേണ്ട. ഇനിയിപ്പം മാർക്കറ്റിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചോളും. ഈ ഫോട്ടോസ് കണ്ടിട്ടായാലും ശരി, ആരോ സാറിന് എങ്ങനെയെങ്കിലും സ്വയം എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എത്ര വലിയ മുറിവുണ്ടായെന്ന് നോക്കിയേ. അയ്യേ, ഈ മുറിവുണ്ടെങ്കിൽ ഇപ്പൊ എന്തുണ്ടാവനാ? പിന്നെ ഒരു കാര്യമുണ്ട്, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അല്ല, നീ എന്നെ ഇത്രയൊക്കെ കെയർ ചെയ്യുന്നല്ലേ, എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നല്ലേ, അപ്പോ നിനക്കെന്തെങ്കിലും സംഭവിക്കാൻ പാടുണ്ടോ? കാവ്യ, ആ ആക്സിഡന്റിന് ശേഷം ഞാൻ എന്നെ തന്നെ എന്നിൽ നിന്ന് അകറ്റിയതാ. ഒരുപാട് കാലം ഞാൻ ആരോടും സംസാരിക്കില്ലായിരുന്നു, എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം എന്നെ മനസ്സിലാക്കുന്നൊരു ഫ്രണ്ടിനെ കിട്ടിയത്. അതുകൊണ്ട് നിനക്ക് ചെറുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും
എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. ഈ പച്ചക്കറിയൊക്കെ എങ്ങനെയാ നോക്കിയെടുക്കുന്നേ? വിലപേശുന്നൊക്കെ എങ്ങനെയാണോ എന്തോ. ഇതിനെ പറ്റിയൊന്നും എനിക്ക് ഒരു ധാരണയില്ല. ഈ ചുരക്കയ്ക്ക് എന്താ വില? പിന്നെ ഈ തക്കാളി ഫ്രഷ് ആണല്ലോ അല്ലേ? നല്ല ഫ്രഷ് സാധനം ചേച്ചി, എടുത്തോ. ദേ കണ്ടു, ആ പാൻ മസാല കച്ചവടക്കാരൻ ഗുലാബ് സിംഗിന്റെ മോളാണ്. ഇപ്പൊ കയ്യില് സഞ്ചയം കൊണ്ട് മാർക്കറ്റിൽ കിടന്ന് അലയുക. നിങ്ങൾക്ക് എന്താ വേണ്ട മാഡം? 2 കിലോ തക്കാളി, 5 കിലോ ഉരുളക്കിഴങ്ങ്, 2.5 കിലോ ഉള്ളി, 2.5 കിലോ വഴുതനങ്ങ, ഒരു 5 ചുരക്കയും. 5 ചുരക്കയോ? പിന്നെ മല്ലി, മുളക്, കരിവേപ്പില എല്ലാം 1/2 കിലോ വെച്ച് പാക്ക് ചെയ്തോളൂ. ഇത്രയും പച്ചക്കറികളോ? വീട്ടിലെന്തെങ്കിലും സദ്യ ഒരുക്കുന്നുണ്ടോ? ഇല്ല, ചേട്ടത്തി ഇങ്ങനെയാ വാങ്ങാൻ പറഞ്ഞ. നിങ്ങളെല്ലാം പാക്ക് ചെയ്തോളൂ. പിന്നെ പൈസ എത്രയാന്ന് വെച്ചാ അക്കൗണ്ടിൽ എഴുതിക്കോളൂ. ഓക്കെ ഓക്കെ, അങ്ങനെ ആട്ടെ. ദാ പിടിച്ചോളൂ മാഡം. പതുക്കെ പതുക്കെ. താങ്ക് യു ചേട്ടാ, എക്സ്ട്രാ ബാഗ് തന്നതിന്. ജീവിതത്തിൽ ആദ്യമായിട്ടാ സഞ്ജയും കൊണ്ട് മാർക്കറ്റിൽ വന്നേക്കുന്നെന്നാ തോന്നുന്നത്. ഈ സരളയ്ക്ക് എന്താ വിവരമില്ലേ? സൂപ്പർ മാർക്കറ്റിൽ മാത്രം ഷോപ്പിംഗ് നടത്തുന്ന കൊച്ചിനെ ഇവിടെ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. എന്റെ അമ്മേ, ഇതെന്താ? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. ഇന്നെന്തെങ്കിലും സദ്യ ഉണ്ടോ ഇവിടെ? എന്റെ ഭഗവാനെ, എന്താ ഇത്? ഇത്രയും പച്ചക്കറിയോ? അല്ല മോണിക്ക ചേട്ടത്തി, ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞേ? അതാ ഞാൻ വാങ്ങി. പിന്നെ 1-2 പച്ചക്കറിയുടെ പേര് മറന്നുപോയി. ഒരു സേഫ്റ്റിക്ക് വേണ്ടി 1-2 എണ്ണം എക്സ്ട്രാ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. മോണിക്ക ചേട്ടത്തി, ഒന്ന് എഴുന്നേക്ക് ചേട്ടത്തി. അയ്യോ ചേട്ടത്തി. അല്ല ചേട്ടത്തി, നിങ്ങള് ഇതൊക്കെ തന്നെയല്ലേ വാങ്ങാൻ പറഞ്ഞേ? തക്കാളി, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. വീട്ടിനകത്തൊരു കട വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. അമ്മേ ക്ഷമിക്കണം, ഞാനല്ല. ഞാൻ ഇവളുടെ മൃതസഞ്ജീവിനെ മാത്രം പറിക്കാനേ പറഞ്ഞുള്ളൂ. ഇവളതേ മരുത്താമല മൊത്തം കൊണ്ടുവന്നിരിക്കുക. അനിയത്തി, ഇങ്ങോട്ട് വന്നേ. ഞാൻ നിന്നോട് ശരിക്കും എന്താ പറഞ്ഞത്? 250 ഗ്രാം തക്കാളി എന്നാ, അതുപോലെ 1/2 കിലോ ഉരുളക്കിഴങ്ങ്, 1/2 കിലോ ഉള്ളി. പക്ഷേ നീല 2.5 കിലോ വെച്ചാ വാങ്ങിച്ചിട്ട് വന്നേക്കുന്നേ. അല്ല, വീട്ടിൽ ഇത്രയും ആൾക്കാരുള്ളതല്ലേ? എടി മഹാറാണി, നിന്റെ അച്ഛന്റെ വീട്ടിൽ നോട്ടടിക്കുന്ന മെഷീനൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. മരുമകളാണ് അത്ര, മരുമകള്. എടി മരുമകള് വീട്ടിൽ കാല് കുത്തിയ ലക്ഷ്മി വരുന്നോന്നാ പറയുന്നേ, അതായത് ഐശ്വര്യം വരുന്നോന്ന്. പക്ഷെ നിന്റെ കാല് ഇവിടെ കുത്തിയപ്പോഴേ നഷ്ടം മാത്രമേ വന്നിട്ടുള്ളൂ, ഭയങ്കര നഷ്ടം. ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. നിനക്കൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ. അമ്മയുടെ കാൽമുട്ട് വീങ്ങി വലിയ ബലൂൺ പോലെ ആയിരിക്കുന്നു. കാൽമുട്ടിൽ വീക്കം ഉണ്ട്. അത് വല്ലാതെ കൂടിയിട്ടുണ്ട് അമ്മേ. ഡോക്ടർ അത് പറഞ്ഞതാ. ഓപ്പറേഷൻ കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് വീക്കം വരാൻ സാധ്യതയുണ്ടെന്ന്. ഇടയ്ക്ക് ഐസോട്ടോണ്ട് ഒപ്പിയെടുക്കുവാണെങ്കിൽ ഭേദമാകുമെന്നാ പറഞ്ഞത്. അല്ലേ, ഫ്രിഡ്ജില് ഇതെന്തൊക്കെയാ വെച്ചിരിക്കുന്നെ? ഇതിനകത്ത് ഐസ് ക്യൂബ് ഒന്നും കാണുന്നില്ലല്ലോ. എന്റെ യശ ചേച്ചി, അത് ജാമുവിന്റെ കാലത്ത് ഫ്രിഡ്ജാ. ഒരു കൊല്ലമായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതൊരു അലമാര പോലെ ഉപയോഗിക്കുക. അപ്പൊ പിന്നെ ഐസ് എവിടുന്നാ കിട്ടുന്നേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് അപ്പുറത്തെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തിട്ട് വരാം.
അയ്യോ എന്റെ ഭഗവാനെ, ഉള്ള പൈസ മുഴുവൻ മാർക്കറ്റിൽ പച്ചക്കറിക്ക് കൊടുത്ത് നാശമാക്കി. ഇക്കണ്ട പച്ചക്കറിയിലെ എന്റെ 16 അടിയന്തരത്തിനാണോ? എടുത്തോണ്ട് പോടി ഇതൊക്കെ. എനിക്കത് കാണണ്ട, കൺമുന്നിൽ നിന്ന് എടുത്തോണ്ട് പോ. ഇനി ശരിക്കും വളരെ വലിയ കുഴപ്പമാണ് ഞാൻ ഉണ്ടാക്കിയ. ഈ പച്ചക്കറി വാങ്ങാനൊന്നും എനിക്കറിയില്ലല്ലോ. അമ്മേ, ഐസ് കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാവോ? എന്താ ഇത്? ശരിക്കും ഐസ് ആയിട്ടില്ലല്ലോ. ഇതേ കിട്ടിയുള്ളൂ. ഇന്ന് രാവിലെ മുതൽ എല്ലാ കാര്യങ്ങളും മൊത്തം കുഴപ്പാ. വേദന കൊണ്ട് മനുഷ്യന്റെ ജീവൻ പോകുന്നു. അത് വെച്ചേ ചേച്ചി. ഉള്ള നഷ്ടമൊക്കെ വരുത്തി വെച്ചിട്ട് ഒരു പാവത്തിനെ പോലെ മുഖവും വെച്ച് എന്റെ മുന്നിൽ കിടന്ന് നാടകം കളിക്കാൻ വന്നിരിക്കുന്നു. കടന്നു പോന്നോ എന്റെ മുന്നിൽ നിന്ന്? നീ ചെയ്യടി മോളെ. എന്റെ കാല്. യെസ്, കിട്ടിപ്പോയി. വല്യമ്മയുടെ ദേഷ്യം മാറ്റാനുള്ള വഴി കിട്ടി. ഇന്നമ്മ ഭയങ്കര ദേഷ്യത്തിലാ. ഇന്ന് ഈശ ചേച്ചിക്ക് നന്നായിട്ട് കിട്ടിയത് തന്നെ. ഇവള് ചെയ്തോണ്ടിരിക്കുന്ന പണികളും അങ്ങനെ തന്നെയാണല്ലോ. ആരോടൊന്നും പറയാതെ തോന്നിയതുപോലെ ഓരോരോ കാര്യങ്ങളും ഏറ്റെടുക്കും. ഇന്നമ്മ അവളെ അലക്കിയ തുണി പോലെ പിഴിയും. നിക്കവിടെ, അവിടെ നിക്കാൻ. എന്തു പറ്റി? ഇത്ര സമയം ഇവള് വീട്ടിലുണ്ടായിരുന്നില്ല. അതെന്താ ചോദിക്കാത്തെ? എവിടെ പോയി ടൈം പാസ് നടത്തിയിട്ട് വരിക മഹാറാണി? മോളെ, ആ ചിറ്റപ്പ, റിയ ചേട്ടത്തി, സൂരജ്, പുറത്ത് വലിയൊരു ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്. എന്താ ഗിഫ്റ്റോ? എല്ലാരും വാ വാ. ഇത് വാങ്ങാൻ പോയതാ. അതൊക്കെ ശരി, പക്ഷേ ഇത്രയും വലിയ പെട്ടിക്കതെന്താ? വീട്ടിലൊരു പുതിയ സാധനം വരുമ്പോ അതിനെ ആരതി ഉണ്ടല്ലേ സ്വീകരിക്കണ്ടേ? റിയ, ആരതി എടുത്തിട്ട് വരാവോ? എന്നിട്ട് നമുക്ക് തുറക്കാം. ഇത്രയും നഷ്ടം ഉണ്ടാക്കിയിട്ട് നിനക്ക് മതിയായില്ല അല്ലേ? ഇനിയിപ്പോ ഇതെന്താ കൊണ്ടുവന്നിരിക്കുന്നെ? ഇതിനുള്ള പൈസ എവിടുന്നാന്ന് പറ. അയ്യോ, അമ്മ ഇവിടെയല്ലേ 15,000 രൂപ വെച്ചിരുന്നത്? അത് കാണുന്നില്ലല്ലോ. ആ, അയ്യോ അമ്മേ, 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 ബാങ്കിൽ കൊണ്ടടയ്ക്കാൻ ഭഗവാന്റെ മുമ്പിൽ വെച്ചിരുന്ന 15,000 രൂപയാണല്ലോ എടുത്തത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അമ്മേ?